നമ്മൾ പോവുകയാണ്. എഫെസോസുകാർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുവാനായി പോവുകയാണ്. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, അല്ലേ? ഒന്ന് വായിച്ചോ വാക്ക് വായിച്ചു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യനെ, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ അത്രയൊന്നും പോകുവാനായിട്ട് ഇന്ന് പകൽ നമുക്ക് സമയമില്ല. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രമായി എടുക്കാൻ പോകുന്നത്. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. 16-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങി ഒന്ന് വായിച്ചേ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇത്രയേ സംസാരിക്കുന്നുള്ളൂ. അതിനെ നമുക്ക് ഇന്ന് സമയം കിട്ടുകയുള്ളൂ. യേശു തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. യേശു, ഒന്ന് നിർത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങോട്ട് നോക്കിക്കേ. യേശുവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. മഹത്വത്തിൻ്റെ ധനം എന്ന വാക്കിൻ്റെ ആശയം ഒന്ന് വിശദീകരിക്കട്ടെ. വലിപ്പം എന്ന പദം വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് മഹത്വത്തിൻ്റെ ധനം എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം തൻ്റെ വലുപ്പത്തിനൊത്തവണ്ണം, എന്നോട് ചേർന്നൊന്ന് പറയാമോ? ദൈവം തൻ്റെ വലുപ്പത്തിനൊത്തവണ്ണം, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അടുത്തത് എങ്ങനെയാ? തൻ്റെ ആത്മാവിനാൽ. കണ്ടോ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലുപ്പം, ദൈവത്തിൻ്റെ വലുപ്പം ഇരിക്കുന്നത് ആത്മാവായ ദൈവത്തിലാണ്. ആത്മാവായ ദൈവത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ വലുപ്പത്താൽ, തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്ന വാക്കിൻ്റെ ആശയം? ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആത്മാവായ ദൈവം, വലുപ്പമുള്ള ദൈവം, ഈ വലുപ്പമുള്ള ദൈവത്തിൻ്റെ വലുപ്പം നിങ്ങളുടെ ആത്മാവിൽ ഒന്ന് വെളിപ്പെട്ടിട്ട് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളൊന്ന് ശക്തിയോടെ ബലപ്പെടണം. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം. ഇവിടെ 2 ചിത്രം നിങ്ങൾ കാണുക. ഒന്ന്, മഹത്വത്തിൻ്റെ വലുപ്പമുള്ള ആത്മാവായ ദൈവം. ഒന്ന് പറഞ്ഞേ, മഹത്വത്തിൻ്റെ വലുപ്പമുള്ള അല്ലെങ്കിൽ ഭയങ്കരനായ അതിശയവാനായ ആത്മാവായ ദൈവം. 2, ആത്മാവുള്ള മനുഷ്യൻ. ആത്മാവുള്ള മനുഷ്യനിലേക്ക്, അഥവാ ആത്മാവകത്തുള്ള ആത്മാവായ മനുഷ്യനിലേക്ക് ആത്മാവായ ദൈവത്തിൻ്റെ വലിപ്പം ഒന്ന് പകരപ്പെടട്ടെ. എന്നിട്ട് മനുഷ്യാത്മാവ് ആത്മാവായ ദൈവത്താൽ ശക്തിയോടെ ബലപ്പെടട്ടെ. അതാ ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഈ ഭയങ്കരനായ ദൈവത്തിൻ്റെ വലിപ്പം വഹിപ്പാൻ നിങ്ങളുടെ കണ്ണിനോ നിങ്ങളുടെ കൈക്കോ നിങ്ങളുടെ നാക്കിനോ ഒന്നും പറ്റുകയില്ല. നിങ്ങളുടെ ആത്മാവിനും മാത്രമേ ഈ ആത്മാവായ ദൈവത്തിൻ്റെ വലിയ വലുപ്പത്തെ അനുഭവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഏതാ? നിങ്ങളുടെ ആത്മാവ്. പുറത്തൊരു മനുഷ്യൻ യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തന്നെ അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. പുറത്തൊരു മനുഷ്യൻ ഭക്ഷണം കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അകത്തൊരു മനുഷ്യൻ ദൈവത്താൽ ജീവിക്കപ്പെട്ടവനായി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആത്മാവുള്ള നിങ്ങളെയാണ് മനുഷ്യരെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചു പോയി. ആരാ പോയേ? മരിച്ച ആളാണ്ട് കിടക്കുന്നു. പിന്നെ ആരാ പോയേ? മനുഷ്യനിൽ നിന്ന് പോയത് മനുഷ്യനിലെ ആത്മാവാണ്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് ആത്മാവായ ദൈവം തൻ്റെ അസ്തിത്വത്തെ, തൻ്റെ ആഴത്തെ മനുഷ്യനിൽ നിക്ഷേപിച്ചതാണ്. ആത്മാവുള്ള മനുഷ്യനാക്കി ദൈവം മനുഷ്യനെ മാറ്റി. അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയവൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ദൈവദത്തമായ ആത്മാവിനെ അയച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ആയിത്തീർന്ന മനുഷ്യൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം
ആ ദൈവത്തിൻ്റെ വലുപ്പത്തിനൊത്തവണ്ണം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളുടെ ആത്മാവിൽ ഒന്ന് ശക്തിയോടെ ബലപ്പെടട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലളിതമായിട്ടൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. പലപ്പോഴും ഈ ലേഖനങ്ങളുടെ ഭാഷകൾ കുറച്ച് എക്സ്ട്രീമാണ്, സാധാരണക്കാരന് അത്ര കണ്ട് മനസ്സിലാകുകയില്ല. എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ വലിയ രഹസ്യമൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രമിച്ചിട്ടാണെങ്കിലും ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ആത്മാവായ ദൈവം തൻ്റെ വലുപ്പത്തെ എൻ്റെ ആത്മാവിൽ തന്നിട്ട് ആ വലുപ്പത്താൽ എന്നെ ശക്തിയോടെ ബലപ്പെടുത്താൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അതിവിടെ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിവിടെ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആത്മാവായ ദൈവത്തിൻ്റെ വലുപ്പത്തിനൊത്തവണ്ണം ശക്തിയോടെ ഒന്ന് ബലപ്പെടാൻ പോകുകയാണ്. ഓ, കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ ചോദിക്കുന്നു, ബ്രദറെ, ആത്മാവിൽ ബലപ്പെട്ടിട്ട് എന്താ കാര്യം? ആത്മാവിൽ ബലപ്പെട്ടിട്ട് എന്താ കാര്യം? ശരീരത്തിനല്ലേ ബലം വേണ്ടത്? ശരീരത്തിന്, ഭൗതിക ജീവിതത്തിന് ശാരീരിക ബലമാണ് അനിവാര്യമെങ്കിൽ ആത്മീയ ജീവിതത്തിന് ആത്മാവിലുള്ള ബലമാണ് അനിവാര്യം. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കാണുന്ന ലോകത്തിലെ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതം ഇല്ല എന്ന്. അദൃശ്യ ലോകമുണ്ട്. അദൃശ്യ ലോകത്തിൻ്റെ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മീയൻ്റെ ജീവിതമാണ്. ഈ ജീവിതത്തിലേക്ക് നിങ്ങളെയും എന്നെയും നയിക്കുന്ന ഘടകം നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബലമല്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി ഡ്രിങ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി അല്ല. ഇതിനകത്ത് നിങ്ങളെ ബലപ്പെടുത്തുന്നത് ആത്മാവായ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് ആ ആത്മാവായ ദൈവത്തിൻ്റെ ശക്തി തയ്യാറായി നിൽക്കുകയാണ്. എന്തിനാ? നിങ്ങളെ ശക്തിയോടെ ബലപ്പെടുത്താൻ. ഒന്നൊന്ന് വായിച്ചു 16-ാമത്തെ വാക്യം, എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ കണ്ടോ, നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. കണ്ടോ, ഗോഡ് സ്പിരിറ്റ്, ഗോഡ് ഈസ് റെഡി. ആത്മാവായ ദൈവം തയ്യാറാണ്. എന്തിനാ? ആത്മാവുള്ള മനുഷ്യനുമായി സമ്പർക്കം നടത്താൻ, ആത്മാവുള്ള മനുഷ്യനുമായി ബന്ധപ്പെടാൻ. എന്നിട്ട് പറയുക, ബന്ധപ്പെടുമ്പോൾ എന്താ ഗുണം? ആ വാക്യം കണ്ടു, ശക്തിയോടെ. കണ്ടോ, ഒന്നൊന്ന് വായിച്ചു. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. കണ്ടോ, ശക്തിയോടെ ബലപ്പെടുക. എല്ലാവരും ഒന്ന് പറഞ്ഞ ആ വാക്ക്, ശക്തിയോടെ ബലപ്പെടുക. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, ഞാൻ ഇന്ന് ശക്തിയോടെ ബലപ്പെടുകയാണ്. ശക്തിയോടെ ബലപ്പെടുകയാണ്. ഒന്ന് പറഞ്ഞേ, ശക്തിയോടെ ബലപ്പെടുകയാണ്. ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ശക്തിയോടുള്ള ബലപ്പെടൽ ആരംഭിക്കുന്നത്. എന്താ തിരിച്ചറിവ്? തൊഴയ്ക്കൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 16-ാമത്തെ വാക്യത്തില് 16-ാമത്തെ വാക്യത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചു. ക്രിസ്തു വിശ്വാസത്താൽ. കണ്ടോ, എന്താ ഈ പറഞ്ഞതിന്റെ ആശയം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. നോക്കി ഈ പറയുന്ന ആശയത്തെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് തുറന്നു കാണിക്കാം. ആത്മാവായ ദൈവം ഒരു പെർമനന്റ് ഡ്വെല്ലിംഗ് പ്ലേസ് അന്വേഷിക്കുന്നു. ആത്മാവായ ദൈവം സ്ഥിരതാമസമാക്കുവാൻ ഒരു സ്ഥലം ആഗ്രഹിക്കുന്നു. ആ സ്ഥലത്തിന് വേണ്ടി ദൈവം കണ്ടെത്തിയത് തൻ്റെ കൈകൊണ്ട് താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആയിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വചനം അറിയാം? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം സ്ഥിരമായിട്ട് വസിക്കുവാനായിട്ട് ദൈവം ഒരു വാസസ്ഥലത്തെ കണ്ടുപിടിച്ചു. അത് നിങ്ങളും ഞാനുമാണ്. കരമടിച്ചു ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. പക്ഷേ ഈ ആത്മാവായ ദൈവത്തിൻ്റെ വലുപ്പത്തെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഈ പച്ച ശരീരത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ. എന്തിനാ? ആത്മാവായ ദൈവത്തെ നിങ്ങളുടെ ആത്മാവിൽ ഇരുത്തിയിട്ട്, അടുത്ത വാക്യത്തെ കണ്ടില്ലേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. കണ്ടോ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകുക. അപ്പൊ ഉദ്ദേശം ഇതാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞു, ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. വായി തുറന്ന് പറഞ്ഞു, ക്രിസ്തു വിശ്വാസത്താൽ. കരമുയർത്തി പറഞ്ഞു, ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയങ്ങളിൽ
ഹൃദയങ്ങളിൽ എന്ന വാക്കിന്റെ ആശയം ആത്മാവിൽ എന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ എന്ന ആശയമാണ്. പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന്. ഉദ്ദേശം എന്താ? ദൈവം, ആത്മാവായ ദൈവം ഒരു മനുഷ്യന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു. എന്തിനാ ദൈവമേ, ആത്മാവായ ദൈവമേ, അങ്ങ് ഈ മനുഷ്യന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം പറയുന്നു, എനിക്ക് വന്ന് ഇവന്റെ ഉള്ളിലൊന്ന് വസിക്കാൻ വേണ്ടിയാ ഇവന്റെ ആത്മാവിനെ ഞാൻ ശക്തിപ്പെടുത്തുന്നേ. ഹല്ലേലൂയ. എന്നിട്ട് എന്താ, അതുകൊണ്ട് എനിക്കെന്താ ഗുണമുള്ളേ? നിങ്ങൾ ശക്തിയോടെ ബലപ്പെടുകയാണ്. ഒന്ന് പറഞ്ഞ്, ശക്തിയോടെ ബലപ്പെടുകയാണ്. എന്തിനാ ശക്തിയോടെ ബലപ്പെടുന്നേ? പൗലോസ് പറയുമ്പോൾ പറയുന്ന പദം നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ ആദ്യ ദിവസങ്ങളിൽ, ഓരോ ദിവസങ്ങളിലും ശക്തിയോടെ ബലപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പുറമേ ഉള്ളവർ ക്ഷയിക്കുന്നു എന്ന് കണ്ട് ഞങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ശക്തിയോടെ ബലപ്പെടുകയാണ്. നിങ്ങൾ ആത്മാവിൽ എത്ര ശക്തരാണോ, എത്രത്തോളം നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുവിനെ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ, അത്രത്തോളം നിങ്ങൾ ശക്തിയോടെ ബലപ്പെടുവാൻ തുടങ്ങും. ഇന്നത് പറയുമ്പോൾ തന്നെ യേശു എന്നോട് പറയുന്നു, ഇല്ല, പരാജയപ്പെട്ടിരിക്കുന്ന നിന്നെ ജയാളിയാക്കുന്നത് നിന്റെ ആത്മാവിൽ വന്ന് വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്ഥിരവാസത്താൽ ഉണ്ടാകുന്ന ശക്തിപ്പെടുത്തലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 16-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ബലപ്പെടണമെന്ന് പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ 16-ാം വാക്യമൊക്കെ കഴിഞ്ഞു. 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അങ്ങനെ വായിച്ചു 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. കണ്ടോ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്താൽ വസിക്കുമ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും. അടുത്തത് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ, ഉറക്കെ പറ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ. പൗലോസ് പറയാണ്, നിങ്ങളെല്ലാവരും അറിയണം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇങ്ങനെ വസിക്കാൻ വേണ്ടി ദൈവം ഒരു പെർമനന്റ് ഡ്വെല്ലിംഗ് പ്ലേസ്, സ്ഥിരവാസ സ്ഥലമാക്കി നിങ്ങളുടെ ഉള്ളത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇങ്ങനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇങ്ങനെ മാറ്റുവാനായിട്ട് നിങ്ങളുടെ ഉള്ളിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഈ ശക്തിപ്പെടുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസത്താൽ അവൻ വന്ന് വസിക്കുവാൻ താല്പര്യപ്പെടുന്നു. വസിക്കുമ്പോൾ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ നീളം അറിയുന്നു, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ വീതി അറിയുന്നു, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ ആഴം അറിയുന്നു, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ ഉയരം അറിയുന്നു. അങ്ങനെ നിങ്ങളിൽ വസിക്കുന്ന ദൈവം നിങ്ങളുടെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തക്കപ്പുറത്തുള്ള കാര്യങ്ങൾ, അസാധ്യമെന്ന് നിങ്ങൾ വിധി എഴുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇല്ല ഇല്ല ഇല്ല, നീ പരാജയപ്പെട്ട തല താഴ്ത്തേണ്ട ഗതികേട് വരത്തില്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, നീ ഇന്നായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ വ്യക്തമായിട്ട് കർത്താവ് നിന്നോട് പറയുന്നു, ഇല്ല ഇല്ല ഇല്ല. അതിന്റെ നടുവിൽ നിന്ന് ഒരു ജയാളിയെ പോലെ നീ പുറത്തു വരൂ. കാരണം ആത്മാവായ ദൈവം ആത്മാവിൽ ശക്തീകരിച്ചവനാണ് നീ. പുറമേയുള്ള മനുഷ്യനെ നോക്കിയിട്ട് ഇവളിപ്പം വീഴും, ഇവനിപ്പം വീഴുമെന്ന് ആരും പരിഗണിക്കരുതേ. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടുകയാണ്. എങ്ങനെയാ ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടുന്നത്? ഓരോ ദിവസവും ആത്മാവായ ദൈവത്തെ ഞങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം, ബ്രദറെ, ഇല്ല, ഈ ജീവിതം ഞങ്ങൾ പരാജയപ്പെടത്തില്ല. ഈ പ്രതിസന്ധി കഴിഞ്ഞും ഞാനുണ്ട്. ഈ തീച്ചൂള എന്നെ കത്തിക്കത്തില്ല. ഇതിന്റെ നടുവിൽ ഞാൻ സർവശക്തന്റെ മകനാണ് തെളിയിക്കത്തേ ഉള്ളൂ. കരമടിച്ചു യേശുവിനെ മഹത്വം കൊടുത്തു. കർത്താവ് എന്ന് പറയാനായിട്ട് പറയുന്നു, നിങ്ങൾ ഇന്ന് ക്ഷീണിച്ചവരായിട്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ പോവുക. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ കൊണ്ട് പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ ആത്മീയൻ. ആവർത്തിക്കാം, ഞാൻ ആ വാക്ക് ആവർത്തിക്കാം. അകത്തെ മനുഷ്യനെ കൊണ്ട് പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ ആത്മീയൻ. വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ പുറത്തെ മനുഷ്യൻ സൗമ്യനായിരിക്കുകയും അകത്തെ മനുഷ്യൻ
മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു വിട്ട് വിഷയങ്ങളെ നേരിടുന്നവനാണ് ആത്മീയൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തെ മനുഷ്യനിൽ വിഷയങ്ങൾക്ക് നടുവിൽ പ്രതികരിക്കുന്നവനല്ല ആത്മീയൻ. പുറത്തെ മനുഷ്യൻ അടങ്ങിയിരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ സടകുടഞ്ഞെഴുന്നേറ്റ് തുടങ്ങി പരാജയപ്പെട്ട ഏതൊക്കെയോ ജീവിതങ്ങളെ ഇന്ന് ജയാളിയാക്കാൻ വേണ്ടി അവൻ്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വല്ലഭത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, 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 യേശു എന്ന് വിളിച്ചോ, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിച്ചേ, കർത്താവ് എന്തിനാ എന്നെ നീ ബലപ്പെടുത്തുന്നേ? മോനെ, നിന്റെ ബലം കൊണ്ട് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നിന്റെ ബലം കൊണ്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനാൽ നിന്റെ ആത്മാവിനെ, നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നീ അവിടെ നില്ല്, ഞാൻ നിന്റെ അകത്തൊന്ന് എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ മറ്റൊരു രഹസ്യം ഞാൻ വിളിച്ചു പറയാം. ഇപ്പൊ തന്നെ അത് സ്വീകരിച്ചോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആ വചനം അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയാകുന്നു. ആരോ എന്നെ ശക്തനാക്കുന്നു, ആരോ എന്നെ ശക്തനാക്കുന്നു. തളരുവാൻ, തകരുവാൻ അവസരങ്ങൾ 10,000 മുമ്പിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോഴും എൻ്റെ ബ്രദറെ, തളരാനും തകരാനും കഴിയാത്ത നിലയിൽ സ്വീകരിച്ചോ. ആ ജയം നിങ്ങൾക്കുണ്ട്. ഒന്നും കൺമുമ്പിൽ കാണുന്നില്ലെങ്കിലും കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ക്രൂശിലെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ശരിയാ, നിങ്ങൾക്ക് മുമ്പിൽ കാരാഗ്രഹമുണ്ട്. ശരിയാ, നിങ്ങൾ വലിയ കഷ്ടതയിലാണ്. ശരിയാ, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിനൊന്നും നിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല. കാരണം പ്രതിസന്ധി പുറത്തും ശക്തനാക്കുന്നവൻ അകത്തുമാണ്. പ്രതികൂലങ്ങൾ പുറത്തും കഷ്ടതകൾ പുറത്തും ശക്തനാക്കുന്നവൻ എൻ്റെ അകത്തുമാണ്. ഇത് വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇല്ല, ഇന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നു, നീ വീഴത്തില്ല, നീ വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ നാമം യേശു എന്നത്രേ. ആരോ എന്നെ ശക്തനാക്കുന്നു, എവിടെ നിന്നറിയില്ല. അനുദിന ജീവിതത്തിന് ആത്മാവിന്റെ ബലം എന്റെ ബ്രദറെ എന്റെ മേൽ വന്ന് അടിക്കുന്നു. ഞാൻ വാഴുന്നതല്ല എന്നെ വാഴിക്കുന്നതാ, ഞാൻ ഓടുന്നതല്ല എന്നെ ഓടിക്കുന്നതാ, ഞാൻ നിൽക്കുന്നതല്ല എന്നെ നിർത്തുന്നതാ. ആരോ പകരുന്നല്ലോ പുതിയ ശക്തി എന്റെ വിശ്വാസത്തിന്റെ ചിറകുകളിൽ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കൂട്ടു സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ കൊല്ലുവാൻ പിടിച്ചിരിക്കുന്നു. സഭ ഭയപ്പെട്ടിരിക്കേണ്ട സമയത്ത് ധൈര്യം പ്രാപിച്ചു, വിശ്വാസത്തിന്റെ ധൈര്യം ഏറ്റെടുത്തു. സഞ്ചരിച്ചിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവരെ ശക്തിപ്പെടുത്തുന്നത് പ്രതികൂലമല്ലായിരുന്നു. പ്രതികൂലം പുറത്തടിച്ചപ്പോഴും അവരെ ശക്തിപ്പെടുത്തുന്ന ഒരമാനുഷിക ശക്തി അവരുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവരുടെ ആത്മാവിൽ വെളിപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ വലുപ്പമായിരുന്നു. നിങ്ങളുടെ ആത്മാവിലും അതേ വലുപ്പത്തിൽ അവൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. വചനം അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. വായി തുറന്ന് പറഞ്ഞേ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എൻ്റെ ഉള്ളിലിരിക്കുന്നു. അടുത്തിരിക്കുന്ന 3 പേർക്ക് കരം കൊടുത്ത് പറഞ്ഞേ, പരാജയപ്പെടത്തില്ല, അല്പം പോലും ഭയം വേണ്ട. ഒന്ന് ചിരിക്കുന്നവരെ കരമ കൊടുത്ത് പറഞ്ഞാട്ടെ, ഭയം വേണ്ട, ഒരല്പം പോലും സന്ദേഹം വേണ്ട. ഈ പോർക്കളത്തിൽ നീ ജയിക്കാൻ യുദ്ധം ചെയ്യുന്നവനല്ല, ജയിച്ചത് കൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ്. യേശുവിന്റെ നാമം ജയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ വലിയ ജയ നിന്റെ മക്കളുടെ മേലോട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും പകരുന്നല്ലോ പുതിയ ശക്തി. ഓ ഹല്ലേലൂയ. ആരോ എന്നെ ശക്തനാക്കുകയാണ്, ആരോ എന്നെ ശക്തനാക്കുകയാണ്, ആരോ എന്നെ ശക്തനാക്കുകയാണ്.
ഓരോ ദിക്കുകളിൽ ചെല്ലുമ്പോഴും കൂടെ കൂടെ പ്രവചിക്കുന്നവരെല്ലാം പ്രവചിച്ച് പറയുന്നു, യെരുശലേമിൽ വലിയ കഷ്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്, യെരുശലേമിൽ നിങ്ങളെ കാത്ത് വലിയ കഷ്ടം കാത്തിരിപ്പുണ്ട്. രാഘവസ് എന്ന് പറയുന്ന പ്രവാചകൻ ഹല്ലേലൂയ അരയിൽ കെട്ടുന്ന സാധനം എടുത്ത് കയ്യും കാലും കെട്ടിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനാരോ അവനെ ഇതുപോലെ യെരുശലേമിൽ ബന്ധിക്കുമെന്നറിയുന്നു. ഹല്ലേലൂയ. ആ അരക്കച്ചയുടെ ഉടമസ്ഥൻ ആരായിരുന്നറിയോ? പൗലോസ് ആയിരുന്നു. ഹല്ലേലൂയ. പൗലോസിന് യെരുശലേമിൽ ബന്ധനമുണ്ട് എന്ന് കൂടെ ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവ് തന്നോട് അറിയിച്ചുകൊണ്ടിരുന്നു. യെരുശലേമിൽ ചെല്ലുമ്പോൾ നിനക്ക് ബന്ധനമുണ്ട്, യെരുശലേമിൽ ബന്ധനമുണ്ടെന്ന് വാക്ക് കേട്ടപ്പം അവിടെ ബന്ധിക്കുന്ന ആൾക്കാർ കാത്തിരിപ്പുണ്ടെന്ന് വാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു യെരുശലേം യാത്ര ക്യാൻസൽ ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ കണ്ടു ആ മനുഷ്യൻ ഓരോ സ്ഥലത്ത് ഉപദ്രവമുണ്ടെന്ന് പറയുമ്പോഴും ഓരോ സ്റ്റെപ്പ് യെരുശലേമിലേക്ക് വെക്കുകയായിരുന്നു. ഇതെന്നാ പരിപാടിയാ? ആ മനുഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങളോട് പറയും, എൻ്റെ ബ്രദറെ, ഈ കേട്ടതെല്ലാം ചെവിയിലുണ്ട്, പക്ഷെ ആരോ പകരുന്നല്ലോ പുതിയ ശക്തി എന്റെ ശിരകളിൽ. ഹല്ലേലൂയ. അതിനെ തന്നെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഒരഭിഷേകം. വലിയ പ്രശ്നങ്ങളൊക്കെ എന്നെ അവിടെ കാത്തിരിപ്പുണ്ടെന്ന് പലരും പറഞ്ഞു. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അങ്ങോട്ട് തന്നെയാ പോകേണ്ടത്. എൻ്റെ ശക്തി കൊണ്ടാ ഞാൻ പോകുന്നെങ്കിൽ പരാജയപ്പെട്ടു പോകും. എന്നാൽ ഞാൻ ഒരുവനാൽ അയക്കപ്പെടുകയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ഒരല്പം പോലും പതറരുത്, ഒരല്പം പോലും ഇളകരുത്. ഈ സമയത്ത് ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ സമയത്ത് ധൈര്യമായിട്ട് നിൽക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതിനപ്പുറത്തൊന്നുമില്ല. നീ തകരുമെന്ന് പറയുമ്പോൾ പുറമെ കേട്ട വാക്കുകളെ അല്ല ശ്രദ്ധിക്കണ്ടേ, അകത്ത് പകരുന്ന ആത്മാവിന്റെ ബലത്തെ ശ്രദ്ധിക്കണ്ടേ. ഓ ഹല്ലേലൂയ. 120 പേര് ഒരുമിച്ച് ഭയപ്പെട്ട്. ആ ചിത്രം നിങ്ങളൊന്ന് കാണണം. ഹല്ലേലൂയ. രാജാക്കന്മാരെതിരായി ഞങ്ങൾക്ക് നിൽക്കുന്നു. ഭൂമിയിലെ ഭാഷക്കാർ, ജാതികൾ ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കൂട്ട സഹോദരന്മാരെ പലരെയും വെട്ടിക്കൊല്ലുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് വരണ്ട് മുറിക്കകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ ശക്തി പ്രാപിച്ചവരായി. ഏത് സ്ഥലത്ത് യേശുവിനെ ക്രൂശിച്ചോ അതേ സ്ഥലത്ത് യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങി. എങ്ങനെ? വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരൂ, നിങ്ങൾ ശക്തി പ്രാപിക്കൂ. നിങ്ങൾ യെരുശലേമിലും യെഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ആ സൂപ്പർ പവർ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. 16-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വചനം ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം. ഒന്ന് പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം. ഞാൻ താമസിക്കുന്ന പരിതസ്ഥിതിയുടെ നിലവാരത്തിനൊത്തവണ്ണമല്ല, ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം. ദൈവം തൻ്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം. പറഞ്ഞേ, ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം ദൈവം തൻ്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുന്നു. ഒന്നുകൂടെ എന്നോട് ചേർന്ന് പറയാമോ? ദൈവം തൻ്റെ നിലവാരത്തിനൊത്തവണ്ണം. നിങ്ങൾ 16-ാം വാക്യം തുടങ്ങുമ്പോൾ ഒരു സാധാരണക്കാരനെയാണ് കാണുന്നത്. ആ ചോദ്യത്തിലും പ്രാർത്ഥനയിലും ഒക്കെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനെ. പക്ഷേ 20-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം, ഈ പാരഗ്രാഫ് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇവൻ ദൈവത്തിൻ്റെ നിലവാരത്തിലെത്തി. 20-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഒന്ന് പറഞ്ഞേ. എന്നാൽ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ. കണ്ടില്ലേ? 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ഇങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ചോദിക്കുന്നതല്ല സംഭവിക്കുന്നത്, നനയ്ക്കുന്നതല്ല സംഭവിക്കുന്നത്, അതിലും അത്യന്തപരമായ കാര്യങ്ങൾ എന്നിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഞെട്ടിട്ട് ഞാൻ ചോദിക്കും, ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മോനെ, ഇത് നിന്റെ നിലവാരത്തിനൊത്തവണ്ണമല്ല, ഇത് എൻ്റെ നിലവാരത്തിനൊത്തവണ്ണമാ. ഹല്ലേലൂയ. അതാ 3:16 പറഞ്ഞേ, ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ശക്തിയോടെ ബലപ്പെടട്ടെ.
ചോദിക്കട്ടെ, ഈ വീഴ്ച ഹേതുവായിട്ട്, ഈ വീണത് ഹേതുവായിട്ട്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബട്ടക്സിലാണത്, ഈ എന്താ അതിന് പറയുന്നത്, ഈ പോർഷന് ഇടുപ്പിനെ ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഞൊട്ട പൊടിയുന്ന പോലെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ പോലെയൊക്കെ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് യേശു പറയുന്നു. ഓടി വന്നേ, ഓടി വാ. ഈ സ്ഥിതിയിലുള്ള ഒരാൾ ചട്ടിച്ചട്ടി നടപ്പുണ്ട്. ആരാ അത്? നിങ്ങൾ തന്നെയാ? ഏത് സൈഡിലാണ് ഞാനീ പറയാം? വലതുവശത്താണ്. ഞാൻ എൻ്റെ വലതുവശത്താണ് തൊട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെറുതെ പ്രത്യേകിച്ച് പൊക്കും എന്താത്തൊന്നും വേണ്ട, സാധാരണ രീതിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ടക്ക് ടക്ക് ശബ്ദമുണ്ടല്ലേ? ശബ്ദമുണ്ടെന്ന് മാത്രമല്ല, ഈ ഒരു സൈഡ് എന്നാ പറയണ്ടേ, ഈ നേരം വെളുത്ത കട്ടിലേ നമ്മളിങ്ങനെ കാലെടുത്ത് താഴോട്ട് വെക്കത്തില്ലേ, ആ സമയത്തൊന്നും താഴെ വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 4 ദിവസം മുമ്പ് ഇങ്ങനെ പോകുന്ന കണ്ടു, ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 4 ദിവസം മുമ്പ് ഇതാ ഇങ്ങനെ പോകുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച വീഴുകയും ചെയ്തു. ഞാൻ എവിടുന്നാ വരുന്നേ? പൈക. ആദ്യമായിട്ടാണോ ഇന്ന് മീറ്റിങ്ങിന് വരുന്നത്? യേശുവിന്റെ മഹത്വം നിങ്ങളുടെ ഇടുപ്പിലേക്ക് അടിക്കുന്നു. ഇവൾക്ക് ഈ അസ്വസ്ഥത ഈ അമ്മയ്ക്ക് വേണ്ട. കാരണം ക്രൂശിൽ യേശു ഇത് വഹിച്ചതാകയാൽ ഇപ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കോ. സൃഷ്ടിക്കപ്പെടുക. ഇപ്പം ചത്ത് കിടക്കുന്ന ഞരമ്പുകൾ ജീവൻ പ്രാപിക്കുക. തെന്നിയിരിക്കുന്ന എല്ലുകൾ സ്വസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്നു. നിറയട്ടെ. അതൊരു ഭയങ്കര സൗഖ്യമാണ്. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തു. ഇന്ന് ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചേർന്ന് ഒരു നിമിഷം എൻ്റെ കൂടെ ആ കരം ഉയർത്തി പിടിച്ച് എൻ്റെ കൂടെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നാഥ, ഇന്ന് ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ശക്തി ഇന്ന് എവിടുന്നോ വരേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശക്തിയാണല്ലോ 16-ാം വാക്യത്തിൽ തൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ ശക്തീകരിക്കുവാനായിട്ട് അയച്ചത്. അതിനായിട്ട് നന്ദി പറയുന്നത്. കർത്താവേ, ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മക്കൾ അത്ഭുതകരമായിട്ട് സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ഇവിടെ കണ്ടതിലും വലിയ അത്ഭുതങ്ങൾ അവരുടെ ശരീരങ്ങളിൽ ഈ സെക്കൻഡിൽ തന്നെ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. മഹത്വത്താൽ നിറയുന്നതിന് നന്ദി. വലിയ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്താൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. സകലവും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞവനെ അവിടുത്തെ വലിയ പ്രവർത്തികൾ ഈ മക്കളുടെ ശരീരങ്ങളിൽ റിവീലാകുന്നതിനായി സ്തോത്രം, വെളിപ്പെടുന്നതിനായി സ്തോത്രം, വലിയ മഹത്വത്തോടെ അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വലിയ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്താട്ടെ. നിങ്ങൾക്ക് സംഭവിച്ച അത്ഭുതങ്ങൾ കേൾക്കുവാൻ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളുടെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കടന്നു വന്നാട്ടെ. വലിയ നിറവിലേക്ക് അത് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. ടൗൺ ഹാളിലെ ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ ഞായറാഴ്ച നടക്കുന്ന ആരാധനയിലേക്ക് നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.